ദൈവത്തെ അറിയാനുള്ള 5 സാധ്യതകൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. 4 പഠിച്ചു. ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് പറയാം. യുക്തിപരമായ ചിന്തയിൽ നിന്ന് ദൈവത്തെ അറിയുന്നു. എന്താണ് യുക്തിപരമായ ചിന്തയിൽ നിന്ന് ദൈവത്തെ അറിയാന്ന് പറയുന്നതിൽ നിന്നും എന്താണ് മനസ്സിലാക്കി കേൾക്കുന്നത്? യുക്തിപരമായ ചിന്ത ദൈവത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ യുക്തിപരമായ ചിന്തയുണ്ടല്ലോ. മനുഷ്യൻ അല്ല, അത് ശരിയാണ്, ആ പറയുന്നത് ശരിയാണ്. എന്താണ് നമുക്ക് അതിനകത്തുനിന്ന് യുക്തിപരമായ ചിന്ത എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു പ്രകൃതി, ആ പ്രകൃതിക്ക് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു ബോധ്യം മനുഷ്യർക്ക്, അതായത് ഇപ്പം പ്രകൃതിയെ നോക്കുമ്പോ കിട്ടുന്നു അല്ലേ? അതായത് ഇപ്പൊ ഒരു ഫാന്, ആ ഫാന് നിർമ്മിച്ചതിന് പിന്നിൽ ഒരു കരമുണ്ട്. കാരണം പെട്ടെന്നൊരു ഫാന് വന്നതല്ല. അപ്പൊ ആ ഫാന് നിർമ്മിച്ചതിന് പിന്നിൽ ഒരു കരമുണ്ട്. അതേപോലെ തന്നെ ഈ സൃഷ്ടി, പ്രകൃതി, കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു കരമുണ്ട്. അപ്പൊ ആ കരം ദൈവത്തിന്റെ കരമാണെന്നുള്ള യുക്തി, മനുഷ്യന്റെ യുക്തി ചിന്ത. വെരി ഗുഡ്, നല്ല ആൻസർ ആണ് ശശാങ്കൾ പറഞ്ഞത്. നമ്മൾ ഈ പ്രകൃതിയിലോട്ട് നോക്കിയാൽ, വേലിയിറക്കം ശ്രദ്ധിച്ചാൽ, അതിനെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ വിശ്വസിക്കുകയല്ല. അതിന്റെ ആനുപാതികത്തിൽ 0.0000 അങ്ങനെ അങ്ങ് പോയിട്ട് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ, ഈ വേലിയേറ്റ സമയത്ത് ആ കൺട്രോളിൽ അല്പം വ്യതിയാനം വന്നാൽ ഈ വെള്ളം മുഴുവൻ ഭൂമി കയറി ഒക്കെ തീരും. അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുമ്പോഴും ആ നിയന്ത്രണ രേഖയ്ക്ക് ആ കൺട്രോളിൽ അല്പം വ്യത്യാസം വന്നാൽ ഭയങ്കര സംഭവമായിട്ട് മാറും. അതിന് ഒരു പൂവിനെ നോക്കിയാൽ അത് മൊട്ട് പിന്നീട് വിടരുന്നു, ഇതളുകള് വിരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് മണം വരുന്നു. വിരിയാത്ത മുല്ലപ്പൂവിന്റെ മൊട്ട് നിങ്ങൾ എടുത്ത് ഞെരിച്ചാൽ അതിൽ അല്പം പോലും സ്മെല്ലുണ്ടാകത്തില്ല. വിരിഞ്ഞു വരുന്ന മുല്ലപ്പൂവിൽ നമ്മളൊക്കെ കൊതിക്കുന്ന ആ സ്മെല്ല് ഇന്ന് വരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, അതെങ്ങനെ അതിനകത്ത് ഉണ്ടാകുന്ന ആ സിസ്റ്റം. ഇങ്ങനെ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും ചന്തമായും ക്രമമായും പ്രപഞ്ചം പോകുന്നതിന്റെ പിന്നിൽ ഏത് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ചാൽ, behind there is a intellectual designer in this world. ഈ മനോഹര പ്രപഞ്ചം, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ബുദ്ധിരാക്ഷസൻ എന്ന് പറയാൻ പാടില്ല ദൈവത്തെ, എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു ഡിസൈനർ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഈ യുക്തിപരമായ ചിന്ത. അങ്ങനെയും നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാം. ശശി ബ്രദർ, താങ്ക് യു. ഗുഡ്. നെക്സ്റ്റ് പോയിന്റ് മറ്റൊരാൾക്ക് പറയാം. സമയമൊട്ടും കളയരുത് കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ലേറ്റ് ആയാൽ പിന്നെ ഞാൻ അടുത്തതിലേക്ക് അങ്ങ് പോകും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നൈസർഗികമായ നന്മയിൽ നിന്നും മനസ്സിലാക്കാം. ഓക്കെ, നൈസർഗികമായ നന്മയിൽ നിന്നും മനസ്സിലാക്കാം. ഓക്കെ, ആരാ പറഞ്ഞത്? ടിറ്റി ബ്രദർ. ഓക്കെ, പറഞ്ഞോളൂ ജോബിൻ. എന്താണ് നൈസർഗികമായ നന്മയിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മനുഷ്യന്റെ വ്യക്തിയുടെ മനസ്സിൽ തന്നെ അവർക്ക് ഭാവന, പിന്നെ ചിന്തകള്, നിത്യതയെ കുറിച്ചുള്ള ചിന്തകള്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. പ്രകൃതിയെ കുറിച്ചുള്ള ചിന്തകള് ഒക്കെ ഉണ്ട്. അപ്പൊ അത് തന്നെ അതിലൂടെ തന്നെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് മനുഷ്യന്റെ ഉള്ളിലുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ട്. ജന്മസിദ്ധമായ അറിവുകളുണ്ട്. ഓക്കെ, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം, കാലം, കാലയളവുകൾ, കണക്കുകൂട്ടലുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ അറിവുകൾ, ചിന്തകൾ വരുന്നു. അതുപോലെ ശരി തെറ്റ് എന്താണെന്ന് നമ്മുടെ മനസാക്ഷി പറയുന്നു. അതാണ് മോഷ്ടിക്കുന്നയാൾക്ക് മോഷണം തെറ്റാന്നറിയാം, അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന പ്രവൃത്തി തെറ്റാന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ആരും അറിയാതെ പോക്കറ്റ് അടിക്കുന്നത്. പോക്കറ്റ് അടിക്കാൻ വരുന്നയാള്, സാറേ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു, ഇന്നടുത്ത് വന്നതാണ്, ഞാൻ നിങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ വന്നതാണ്, ഞാനത് പോക്കറ്റ് അടിക്കുകയാണ് എന്നും പറഞ്ഞല്ല ഇവർ എടുക്കുന്നത്. ഈ ഉടമസ്ഥനെ അറിയാതെ വളരെ തന്ത്രപരമായിട്ട് എടുക്കുന്നത്. മോഷ്ടിക്കുന്നവര് രാത്രിയിൽ മറവിൽ മോഷ്ടിക്കുന്നു. മോഷണം തെറ്റാന്ന് അവരുടെ മനസാക്ഷി പറയുന്നതുകൊണ്ടാണ്. സോ ഇങ്ങനെ മനുഷ്യന് നൈസർഗികമായ കഴിവിലൂടെ, ചിന്തയിലൂടെ തീർച്ചയായിട്ടും ഈ തെറ്റ് ശരി എന്തെന്നുള്ളത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ച് അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെയായി. അപ്പൊ തെറ്റും ശരിയും നന്മയും തിന്മയും എന്താണെന്ന് അറിയാൻ തക്കതായ നൈസർഗികമായ ഒരു കഴിവ്, ഫങ്ഷൻ മനുഷ്യനിൽ അന്ന് മുതലുണ്ട്.
ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മറ്റൊരാൾക്ക് പറയാം. സോറി. വെളിപ്പാടിലൂടെ. പറഞ്ഞോളൂ. ദൈവം പലപ്പോഴും ആദ്യകാലം തൊട്ടേ വെളിപ്പാടുകളിലൂടെ പല കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്നെ ഈ ലോകത്തിന് പിതാവാൻ ദൈവം സകല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏറ്റവും വലിയൊരു വെളിപ്പാടാണ്. അത് ഒരു ദൈവിക മർമ്മം കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിലൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവസാനം നമുക്ക് കിട്ടിയാണ്. അതിനു മുമ്പ് പ്രവാചകന്മാരിലൂടെ തിരുവഴുത്തിലൂടെ ഒക്കെ ദൈവം തന്നെ കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, നന്നായിട്ട് ആ പോയിന്റ് ഒന്നുകൂടെയൊക്കെ നന്നായിട്ട് വായിച്ച് ചിന്തിക്കുക, നോട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളൊക്കെ ഭാവിയിൽ അനേക സ്ഥലങ്ങളിൽ ഈ വിഷയം പഠിപ്പിക്കാനുള്ളവരാണ്. പഠിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വരും. നമ്മുടെ ഐഡാൽറ്റില് അതുകൂടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവസരം ഞാൻ ഇപ്പം അവിടെ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇവിടെയൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ് എടുപ്പിച്ച് തുടങ്ങി ഈ വിഷയങ്ങൾ. അപ്പൊ അതിന് അവസരം നിങ്ങൾക്ക് വരും. അനേക ഇടങ്ങളിൽ പോകേണ്ടവരാണെന്നുള്ള ചിന്തയോടെ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. മാക്സിമം എത്രത്തോളം നന്നായി പറയാൻ പറ്റൂ അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. വചനത്തിനായുള്ള ദാഹം രാജ്യമുടനീളം വരാൻ പോകണം. അടുത്ത പോയിന്റ് പറയാം, നാലാമത്തെ പോയിന്റ്. സമയം ഒട്ടും കളയരുത്. പാരമ്പര്യത്തിൽ. ഓക്കെ, പറഞ്ഞു പാസ്റ്റേ. പാരമ്പര്യത്തിലൂടെ അതൊരു വലിയ പ്രധാന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ലിഖിതമായിട്ടുള്ള സംഗതികളിൽ നിന്നും പകർത്തി കിട്ടിയ അറിവ്. ഓക്കെ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. പാരമ്പര്യത്തിൽ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളെ കുറിച്ച് നമ്മൾ പറയാം. അതുകൂടെ നമുക്ക് പറയാം. വിശ്വാസമാർഗം, ഫെയ്ത്ത് ഓഫ് വർക്ക് ആൻഡ് ഫെയ്ത്ത് ഓഫ് ലോ. വിശ്വാസമാർഗം, കർമ്മമാർഗം. ഇതിന്റെ ആരംഭം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാം. അങ്ങനെ ഈ ഈശ്വരനുണ്ട്, ദൈവമുണ്ട് എന്നുള്ള ആ പാരമ്പര്യമായിട്ട് പകരപ്പെട്ടത് കൊണ്ടാണ് ഇവര് ഈ യാഗമൊക്കെ കഴിക്കുന്നതന്നെ എന്താണെന്നറിയും. ദൈവമുണ്ട് എന്നുള്ള പാരമ്പര്യത്തിലൂടെ ആദാമിൽ നിന്ന് തന്നെ കൈമാറപ്പെട്ട സംഗതികൾ തലമുറകളിലേക്ക് കൈമാറി. ഓക്കെ, അതും നന്നായിട്ട് ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ വിശകലനം ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ ഈ സെമിസ്റ്ററിന്റെ അവസാനത്തെ എക്സാമിൽ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ളതാണ്. ഈ വിഷയങ്ങൾ ഇതിപ്പോ നമുക്ക് ഒരാളോട് സുവിശേഷം പറയുമ്പോഴാണ് ഇത് ആവശ്യമായി വരുന്നത്. പ്രത്യേകിച്ച് ഉണ്ടല്ലോ നിരീശ്വരവാദികളും തത്വചിന്തകരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ ധാരാളം ഫേസ് ചെയ്യേണ്ടി വരും പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുമ്പോൾ. ആ സമയത്ത് ഇതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് ഒറ്റയാഴ്ച സമയമുണ്ട്, പഠിച്ചു തന്നെ പോകണം. ഇപ്പൊ ഞാൻ ക്ലാസ് കൂടുന്നു എന്നുള്ളത് മാത്രമേ അത് കാര്യമൊന്നുമില്ല. ചൊവ്വാഴ്ച 1.5 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് കാണുന്നു എന്നുള്ളതിനകത്ത് ഒരു കാര്യവുമില്ല. ഒരാഴ്ച ഉള്ളിൽ നന്നായിട്ട് വിഷയത്തെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ല താങ്ക് യു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു, ആ ചിന്ത മനസ്സിൽ കിടപ്പുണ്ട്. ഗോഡ് ബ്ലസ് യു. എല്ലാവരും പറയാൻ ശ്രമിക്കണം. ഇനി അടുത്ത പ്രാവശ്യം പറയാത്തവരും പറയണം. 5ാമത്തെ പോയിന്റ് നമ്മൾ എഴുതുകയാണ്. ദൈവത്തെ അറിയാനുള്ള 5 സാധ്യതകളിൽ. ദൈവത്തെ അറിഞ്ഞവരിൽ നിന്നും അവനെ. അതാണ് 5ാമത്തെ പോയിന്റ്. ദൈവത്തെ ഹെഡിങ് എഴുതി വെച്ചാൽ ദൈവത്തെ അറിഞ്ഞവരിൽ നിന്നും ദൈവത്തെ അറിയാനുള്ള വഴികൾ ദൈവം തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞവരിൽ നിന്നും ദൈവത്തെ അറിയാം. അതാണ് 5ാമത്തെ കാര്യം. നമ്മള് ഈ സ്കൂളിൽ പഠിക്കുന്നത് അറിഞ്ഞവരിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത് ആണല്ലോ. നമുക്ക് മുന്നമേ പഠിച്ചവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിയമം ഈ രാജ്യത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? നിയമമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ആ നിയമം എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ആ നിയമം പഠിക്കണമെങ്കിൽ ലോ കോളേജിൽ നമുക്ക് ചേർത്ത് പഠിക്കാം. അത് പഠിപ്പിക്കുന്നത് എപ്പോഴും നിയമം അറിഞ്ഞവരും പഠിച്ചവരുമാണ്. ഏത് കാര്യവും അങ്ങനെയാണ്. അറിവ് വരുന്നതെല്ലാം ഗെറ്റ് ദ നോളജ് എന്നാണ്. അറിവ് സമ്പാദിക്കുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ തന്നെ. സോ ദൈവത്തെ അറിഞ്ഞവരുടെ അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അറിഞ്ഞവരിൽ നിന്നും അവരുടെ അറിവുകളിൽ നിന്നും സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ദൈവത്തെ അറിയാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഏറ്റവും വലിയൊരു സാധ്യത ഈ 4 കാര്യങ്ങളിലൂടെയും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ദൈവം തുറന്നിരിക്കുന്ന ഏറ്റവും ലളിതവും സുന്ദരവും എളുപ്പവുമായ ഒരു മാർഗമാണ് ദൈവത്തെ അറിഞ്ഞവരിൽ നിന്ന് ദൈവത്തെ അറിയുക. എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു ഒരാൾ.
Hebrew chapter 6 verse 12. ഓക്കെ, നിങ്ങൾ ചിലർ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് എന്താ, ബാറ്ററി ചാർജിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എന്തെങ്കിലും തടസ്സങ്ങളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് ശ്രദ്ധിക്കുക. വായിച്ചോ, ഒരാൾ വായിക്കാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കിയവരുടെ അനുകാരികളായി തീരുക. അപ്പം ദൈവത്തെ വിശ്വാസത്തിലൂടെ കണ്ടെത്തി അനുഭവിച്ചവരെ വേണം നിങ്ങൾ അനുകരിക്കാനായിട്ട്. ഇത് നമ്മളോടുള്ള ഒരു ദൂതാണ് കേട്ടോ. ഈ ദൈവമായിട്ട് ബന്ധമില്ലാത്തവരെയും ദൈവത്തെ അനുഭവിക്കാത്തവരെയും ദൈവവുമായി ഇന്ന് ദൈവവുമായി ബന്ധമില്ലാത്തവരോടുള്ള ബന്ധങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ലേഖനത്തിലൊക്കെ കൃത്യമായി പറയുന്നത്, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ പാവിഷ്ടാണ്ടക്കാരനോ ദുർനടപ്പുകാരനോ വിഗ്രഹാരാധ്യോ പിടിച്ചുപറിക്കാരനോ ഒക്കെ ആകുന്നെങ്കിൽ അവനോട് സംസർഗം അരുത്, അവനോട് കൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. ഞങ്ങളോട് പ്രാപിച്ച ഈ പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏവരോടും അകന്നുകൊള്ളണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പൗലോസ് വളരെ ശക്തമായിട്ടായി പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ വീണ്ടും നമ്മളോട് പറയുന്നത്, നിങ്ങൾ മന്ദതയുള്ളവരാകരുത്, ക്ഷീണിച്ചു പോകരുത്, അവ്യക്തതയുള്ളവരാകരുത്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരുടെ അനുകാരികളാകണം. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. നിസ്സാരന്മാരെ പിൻപറ്റുന്നവൻ ബുദ്ധിഹീനൻ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിസ്സാരന്മാരെ പിൻപറ്റരുത്. അപ്പം അങ്ങനെയുള്ളവരെ നിങ്ങൾ അവകാശികളാക്കുക. അവരിൽ നിന്ന് നമുക്ക് ഈ ദൈവത്തെ അനുഭവിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ആ കാര്യം ഓർത്തിരുന്നോണം. ഒരു ഉദാഹരണം, മേരിയോട് ഗബ്രിയേൽ ദൂതൻ ഈ വാർത്ത പറയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവൽ എന്ന് പേരിടണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ച ആരെയാന്ന് പറയാമോ? മേരിക്ക് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ആരെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്? എലിസബത്തിന്. വൈ? എന്തുകൊണ്ടാണ്? ശരിയായ ഉത്തരവാണ്. എന്തുകൊണ്ടാണ്? പ്രായം ചെന്നവളാണ്, അവളിപ്പോ ഗർഭിണിയാണ്. പ്രായം ചെന്നവളാണെന്നുള്ളതല്ല, വാർദ്ധക്യത്തിൽ വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അനുഭവിച്ചതാണ്. മച്ചി എന്ന് വിളിക്കുന്ന അവൾക്ക് ഇപ്പോൾ 6-ാം മാസം. ഒരിക്കലും ഇനി ഒരു കുഞ്ഞുണ്ടാകുകയില്ല എന്ന് ലോകം വിധി എഴുതിയ ഈ എലിസബത്തിന് ഇപ്പോൾ അത് കേട്ടപ്പോ കണ്ട, ദൈവത്തെ അനുഭവിച്ച, ദൈവത്തെ മനസ്സിലാക്കിയ, ദൈവത്തോടുകൂടി നടക്കുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെട്ടവരുടെ അടുക്കലാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വരെ പോകാവുള്ളൂ. അവിടെ മേരി ചെന്നപ്പം സംഭവിച്ച കാര്യം ശ്രദ്ധിക്കണം. മേരി എന്താണ് ഡിസ്റ്റർബൻസ്? മാതാവ് പെട്ടെന്ന് ബന്ധപ്പെട്ട് ചെന്നു എന്ന് പറയാൻ ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ഭാവി ശുശ്രൂഷ വിജയകരമായി തീരുവാൻ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിന് സഹായകമാകുന്ന ചില വ്യക്തികളെ ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയോ നിങ്ങളെ അവരുടെ അടുക്കിലേക്ക് ദൈവം അയക്കുകയോ ചെയ്യും. ആ ദൈവനിയോഗത്തെ, ശബ്ദത്തെ അവഗണിക്കരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എങ്ങനെയുള്ള ഒരു ശുശ്രൂഷകനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് നമ്മളെ നയിക്കുകയോ അവരെ നമ്മുടെ അടുക്കലേക്ക് അയക്കുകയോ ചെയ്യും. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഞാൻ അത് ഓർത്തുനിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നത് റാഫൽ മഹോണി എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. വേൾഡ് മാർക്ക് ഓർഗനൈസേഷന്റെ സ്ഥാപക പ്രസിഡന്റായ റാഫൽ മഹോണി, ഇടയന്റെ കോൽ എന്നുള്ള പുസ്തകമൊക്കെ എഴുതിയ അദ്ദേഹമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പല ട്രെയിനിങ്ങുകൾ കൂടാൻ എനിക്ക് മുന്നമേ അവസരങ്ങൾ ലഭിച്ചു. അപ്പം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ, എന്നെങ്കിലും ഞാനൊരു പാസ്റ്റർ ആകുകയാണെങ്കിൽ, ആകണമെന്ന് എനിക്ക് ആഗ്രഹമേ ഇല്ല, ഞാൻ പേടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു, എനിക്കത് ഭയമാണ്.
ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു, ദൈവമേ, എന്നെങ്കിലും അവിടുന്ന് എന്നെ ഒരു ശുശ്രൂഷകനായി എടുക്കുകയാണെങ്കിൽ ഈ ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു നല്ല ഇടയനായി തീരാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ, നോട്ടുകൾ എഴുതിയെടുത്തിട്ടുണ്ട്. ആ മനുഷ്യനാണ് എന്റെ തലയിൽ കൈവച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് നല്ല ഇടയനും ആകാത്ത ഇടയനും, കള്ളക്കുറബേ ഉള്ളക്കുറബേ, ഞാൻ കർണാടക ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആ ക്ലാസ് എടുത്തു. അപ്പൊ ആ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പം എനിക്കത് അതിനെക്കുറിച്ച് ഇപ്പോഴും പറയും. അത് അവരെ വല്ലാതെ ചലഞ്ച് ചെയ്തു, ഒത്തിരി പേരെ സ്വാധീനിച്ചു. ഞാനത് ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. സോ അതെന്തിനാന്ന് ചോദിച്ചാൽ, എന്നെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാവാം ദൈവം ആ ദൈവദാസന്റെ കൈക്കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശീലനം എടുക്കാൻ ഒരു അവസരം തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ ഭയം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മറിയയോട് പറഞ്ഞത് അമ്മയുടെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞില്ല, ഇളയമ്മയുടെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞില്ല, മറ്റാരുടെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞില്ല. ചൂണ്ടിക്കാണിച്ചത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന പ്രവൃത്തി ഉദരത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എലിസബത്തിന്റെ അടുക്കിലേക്കാണ്. മറിയെ ബന്ധപ്പെട്ട് അവിടെ ചെന്നു. മറിയയുടെ വന്ദനം എലിസബത്തിന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന പിള്ള കുഞ്ഞ് ആത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എന്താണ് വായിക്കുന്നത്? പിള്ള ഉള്ളിൽ ഉദരത്തിൽ തുള്ളി എന്നാണ്. അതിനകത്ത് ചില സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? 6 മാസം കഴിഞ്ഞാൽ ഉദരത്തിൽ കിടക്കുന്ന ഗർഭത്തിൽ ഉരുവായ ഒരു കുഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി തീരുമാനിക്കപ്പെടും, പേഴ്സണാലിറ്റിയുടെ ഇത് ആരംഭിക്കും. അപ്പോൾ തന്നെ അവരുമായിട്ട് ഇടപഴകുന്ന വ്യക്തികൾ ആരാന്നോ അവരിലുള്ള ആത്മാവ് ഏതാന്ന് പോലും അകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാം. ഈ 12 വയസ്സ് കഴിഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിഷ്കളങ്കരെ അവരെ പെട്ടെന്ന് തിരിച്ചറിയും കുഞ്ഞുങ്ങൾ. അല്ലാത്തവരെയും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും. അവരെ അടുപ്പം കാണിക്കത്തില്ല. ഹൃദയശുദ്ധിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വിചാരം ഇവർക്കൊന്നും മനസ്സിലായെന്ന്, അവർക്കെല്ലാം മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോഴേ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ മനസ്സിലാക്കാനായിട്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ മറിയയുടെ വന്ദനം കേട്ടപ്പോ എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു, ആ പിള്ള ഉള്ളത്തിൽ തുള്ളി എന്നാണ്. എന്നിട്ട് ഇനി 2 പേരും ആത്മാവിലായി. അപ്പൊ എലിസബത്ത് പറയുന്നത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. ലൂക്കോസ് 1 വായിച്ചാൽ മതി നിങ്ങള്. പിന്നീട് ഈ മറിയ ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞത് എന്തെന്നാൽ, മനസ്സിലാക്കണം, ഇവിടെ ഈ ദൈവപ്രവൃത്തി വെളിപ്പെട്ട, ദൈവത്തെ വിശ്വസിക്കുന്ന, വിശ്വാസത്താലും ദൈവവചനത്താലും ദൈവത്തെ അനുഭവിച്ച ഇവര് 2 പേരും കൂടെ സമ്മേളിച്ചപ്പം 2 പേരും അഭിഷേകത്താൽ നിറഞ്ഞു. 2 പേരും സന്തോഷിച്ചുല്ലസിച്ചു. 2 പേരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതിന് പകരം മേരി മറ്റാരുടെ അടുക്കലാണ് ചെന്ന് ഈ കാര്യം പറഞ്ഞാൽ ഒരിക്കലും അവരെ അംഗീകരിക്കത്തില്ല, ഒരിക്കലും ആത്മാവിലാകത്തില്ല. ഉള്ള ആത്മാവും കൂടെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ. ചില വ്യക്തികളോട് ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്ന വഴികളെക്കുറിച്ച് തത്തുല്യ വിശ്വാസമുള്ള ആത്മാർത്ഥമുള്ളവരോട് അല്ലാത്തവരോട് നിങ്ങൾ പങ്കുവെക്കുക പോലും ചെയ്യരുത്. കാരണം അവർ ഒന്നെങ്കിൽ നിങ്ങളോട് അസൂയുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ അസൂയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരു മാക്സിമം ഡിസ്കറേജ് ചെയ്യും. നിങ്ങൾക്ക് ദൈവം തന്നെ ആ സന്തോഷം പോലും ചിലരോട് ഇടപെട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. സോ ഞാൻ അതൊക്കെ ഈ കൂട്ടത്തിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് ആയതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. സോ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ അപ്പൊ ദൈവം അയക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അയക്കുകയോ ദൈവം നമ്മളോട് പോകാൻ പറയുകയോ ചെല്ലുന്നിടത്തേക്ക് പോകണം. കൃത്യമായിട്ട് വചനത്തിൽ ധാരാളം തെളിവുകൾ കാണാൻ നമുക്ക് പറ്റും. അനന്യാസിനോട് പറഞ്ഞു ശൗലിന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ, പൗലോസിന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഓരോരുത്തർ, നീ ഇന്നയാളുടെ അടുക്കൽ ചെല്ലുക, ഇന്ന ആളോട് പോയി പറയുക. നഗരത്തിൽ എതിർപ്പെടുമ്പോൾ വെള്ളം തലയിൽ കുടവുമായിട്ട് വരുന്ന ഒരു മനുഷ്യനെ കാണും, അവനോട് പോയി പറയുക ഗുരുവിന് ശാല ഒരുക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഭാവിയിൽ ഇത് എപ്പോഴും ഓർത്തോണം. ദൈവിക പദ്ധതികളെ വിശ്വാസത്താൽ, നിങ്ങൾ ഒരു വിശ്വാസ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരുടെ അടുക്കൽ പോകണം, അവരോട് ചോദിക്കണം, അവരുടെ അനുഭവങ്ങൾ കേൾക്കണം. എന്നതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് മുമ്പേ ദൈവത്തെ അനുഭവിച്ച, ഈ ദൈവത്തെ അറിഞ്ഞ, ഈ ശുശ്രൂഷകൾ ഇതിനു മുൻപ് ചെയ്തവരുടെ അടുക്കൽ ആണ് നമ്മൾ പോകേണ്ടത്. നിങ്ങൾ ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായം വായിച്ചാൽ അതിനകത്ത് കാണാൻ പറ്റും. ജോഷുവ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കിൻ,
പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ നിങ്ങൾക്ക് മുന്നമേ പോകും. ആ പുരോഹിതനും നിങ്ങളും തമ്മിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. പുരോഹിതന്റെ കാല് യോർദാനിൽ ചവിട്ടുമ്പോൾ വെള്ളം 2 നിന്ന് ചിറ പോലെ മുറിയും. അപ്പം ജനം 2000 മുഴം അകലത്തിലാ പോകേണ്ടത്. എന്തിനാ അതിന്റെ കാരണം? ഈ പുരോഹിതൻ കാല് കുത്തി യോർദാൻ മുറിഞ്ഞു മാറിയിട്ട് ഉണങ്ങിയ നിലത്തൂടെ പോകാൻ വേണ്ടിയാ. പലപ്പോഴും വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകുകയില്ല. ഒരു ശുശ്രൂഷകനെ ആദ്യം വിളിക്കുന്നതിന്റെ പിന്നിലും ആദ്യം അവരോട് പറയുന്നതിന്റെ കാര്യവും പ്രാർത്ഥിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ ഒക്കെ മഹത്വം എന്താണെന്ന് ജനത്തിന് മനസ്സിലാകത്തില്ല. കുത്തി ഒഴുകുന്ന, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ ഒഴുക്ക് കണ്ട് ഭയപ്പെടാതിരിക്കാൻ ജനം വരുമ്പോഴത്തേക്കും പുരോഹിതൻ അതിനെ മുറിച്ച് മാറ്റുകയാണ്. ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടി. പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്നവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നവരുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുക. അങ്ങനെ കേട്ടിട്ടുള്ളവരിൽ നിന്ന്, ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവരിൽ നിന്ന് ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, 1-2 എക്സാമ്പിൾസും കൂടെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35 തുടങ്ങി 39 തുടങ്ങി 42 വരെ. John chapter 4 verse 39-42. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. കണ്ടോ, ഇവരിപ്പം യേശു സാക്ഷാൽ ലോകരക്ഷിതാവാണ് എന്നറിഞ്ഞത് ഈ സ്ത്രീയുടെ സാക്ഷ്യം നിമിത്തമാണ് അതിന്റെ തുടക്കം. അപ്പോൾ തന്നെ സ്ത്രീ പറഞ്ഞതിനേക്കാൾ ഉപരി ഞങ്ങൾ തന്നെ അറിഞ്ഞുമിരിക്കുന്നു. 2 ദിവസം യേശു അവിടെ പാർത്തപ്പം ഇവർക്ക് മനസ്സിലായി. അപ്പൊ ആദ്യം സ്ത്രീയുടെ വാക്ക് നിമിത്തമായിരുന്നു. അനേകർ യേശുവിൽ വിശ്വസിച്ചു. ആ സ്ത്രീ പറഞ്ഞ സാക്ഷ്യ നിമിത്തം, യേശുവിനെ കണ്ട, യേശുവിനെ മനസ്സിലാക്കിയ, യേശു വരാനിരിക്കുന്ന പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞ സ്ത്രീ തന്റെ പട്ടണത്തിൽ പറഞ്ഞ സാക്ഷ്യം നിമിത്തം അനേകർ യേശുവിൽ വിശ്വസിച്ചു. നമുക്ക് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പറ്റാത്ത? പറ്റണം. ദൈവത്തെ അറിയാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും സുതാര്യവുമായ ഒരു മാർഗമാണ്. 2 പേര് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തിട്ടുണ്ടല്ലോ, ജോണി പാസ്റ്റർ. അത് ആരാന്ന് എനിക്ക് അറിയത്തില്ല. എന്താണ് അവർ ലീവ് ചെയ്ത ക്ലാസ്സിൽ? ഏറ്റവും സുതാര്യമായ ഒരു മാർഗമാണ് നമ്മൾ പറയുന്ന ടെസ്റ്റിമണി. ഇതുകൊണ്ടാണ് നമ്മളോട് കർത്താവിനെ കുറിച്ച് പറയണം എന്ന് പറയുന്നത്. സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. ഈ സാക്ഷ്യം പറയുമ്പം പൗലോസ് പ്രസംഗിച്ച പ്രസംഗം കേൾക്കാൻ ലുദിയായുടെ ഹൃദയം ദൈവത്തിന്റെ ആത്മാവ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ? തുറന്നു. അങ്ങനെ വലിയൊരു പ്രവൃത്തി കൂടെ നടക്കും. അത് ദൈവത്തിന്റെ ഒരു മഹാകരുണയാണ്. ഈ 4 മാർഗങ്ങൾ കൊടുത്തത് കൂടാതെ വീണ്ടും ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം ദൈവം വെച്ചിരിക്കുകയാണ് അറിഞ്ഞവരിൽ നിന്ന് ദൈവത്തെ അറിയുവാനുള്ള അവസരങ്ങൾ വീണ്ടും കൊടുക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാൺമിൻ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഇതാണ് സത്യം പറഞ്ഞ സാക്ഷ്യം. നമ്മൾ ഈ പറയുന്ന സാക്ഷ്യത്തിന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലാകും. ഇന്നാണെങ്കിൽ കേൾക്കുന്ന സാക്ഷ്യമൊക്കെ ഈ സ്ത്രീയോട് യേശു അവളുടെ തെറ്റിനെ കുറിച്ച്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തിയ കാര്യമൊന്നും ആരും പറയത്തില്ല. അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരും പുറത്ത് പറയത്തില്ല. പൊതുവെ ഇന്ന് പല ശുശ്രൂഷകന്മാരും കുറവ് ചൂണ്ടിക്കാണിക്കാറില്ല. കാരണം അത് അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു കാരണം. ശരിക്കും ദൈവത്തിന്റെ പ്രവാചകൻ ആരാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ആ പേഴ്സണൽ ബൈബിൾ ഡയറിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവം അയച്ചവരെ അല്ലാത്തവരെ എങ്ങനെ തിരിച്ചറിയാം. ദൈവത്തിന്റെ ദാസന്മാരെയും പ്രവാചകന്മാരുടെ ലക്ഷണം ഞാൻ ആ പീസിലെ മിനിസിലെ നിങ്ങളുടെ പലരുടെയും കയ്യിലുണ്ടല്ലോ, ടിറ്റി ബ്രദറിന്റെ ഉണ്ട്. അതിനകത്ത് അതെടുത്ത് വായിക്കണം. അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഇവള് പറഞ്ഞു എന്നാന്നറിയോ, എനിക്കൊരു കിണർ തരാമെന്നല്ല പറഞ്ഞത്. ഞാൻ ഉടനെ ഈ സ്ത്രീ ഉടനെ ചെന്ന് കൺവെൻഷൻ പ്രസംഗവും സാക്ഷ്യവും ഒന്നും നടത്തിയില്ല അവിടെ. ഇന്നിങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായാൽ പിന്നെ അവരായിരിക്കും അടുത്ത ഒരു 10 വർഷത്തേക്ക്. കാരണം എന്നാ,
ദൈവം ആത്മാവാകുന്നു എന്നുള്ള കാര്യം ഈ ഒരു സ്ത്രീയോടല്ലാതെ ഈ ലോകത്ത് വേറെ ആരോടും കർത്താവ് പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഇത്രയും വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തി ഈ ഒരു സ്ത്രീയുടെ മുന്നിലാണ്. ആ സ്ത്രീക്ക് വേണമെങ്കിൽ നാളെ എല്ലാവരോടും വിളിച്ചു പറയാം, നമ്മളോടൊക്കെ ചോദിക്കാം, അതെ നിങ്ങളിതൊക്കെ ഇത്രയൊക്കെ കൊള്ളാം, നിങ്ങളൊക്കെ പറഞ്ഞു പഠിച്ചു. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം ആരാണ്? നമ്മളിപ്പോ എന്താ പറയുന്നത് നമുക്ക് അറിയത്തില്ല. എന്നാ ഞാൻ പറയാം, ദൈവം ആത്മാവാണ്. ഇത് പറയാൻ പോയില്ല ആദ്യം. അവള് പറഞ്ഞു, ശ്രദ്ധിക്കണം, ഞാൻ ചെയ്തതൊക്കെയും എന്ന് പറഞ്ഞാൽ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്നതിന്റെ ജീവിതത്തിന്റെ കുറവുകൾ വ്യക്തമായി പറഞ്ഞ ഒരു പ്രവാചകൻ ഒരു പക്ഷേ നാം പ്രതീക്ഷിക്കുന്ന മശിക ആയിരിക്കുമോ? അവിടെയാണ് അവരെല്ലാവരും കൂടെ പട്ടണം മുഴുവനും പുറപ്പെട്ടു വന്നത്. സത്യത്തിൽ ഇന്ന് നാം കേൾക്കുന്ന സാക്ഷ്യവും വേദപുസ്തകത്തിലുള്ളവരുടെ സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഇന്ന് ഏത് മഹാപാപിയാണെങ്കിലും അവരെ അനുഗ്രഹിച്ചു, ദൈവം എനിക്ക് അത്രയും തന്നു, ഇത്രയും തന്നു, ഇത്രയൊക്കെ നേടി, വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം നേടി എന്നതിന്റെ ഒരു ലിസ്റ്റാണ് പലതും സാക്ഷ്യമായിട്ട് മാറുന്നത്. മനുഷ്യന്റെ മുന്നിൽ ഉന്നതമെന്ന് തോന്നുന്നത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ എന്ന് തിരുവെഴുത്തും കൂടെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. ഓക്കെ, നമ്മുടെ വിഷയം ഇതാണ്. അപ്പം അറിഞ്ഞവരിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞ അനേകരുടെ സാക്ഷ്യം നമുക്കറിയാൻ പറ്റും. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ആരോടാ ചോദിക്കേണ്ടത്? ജോബ് തോമസ്, എങ്ങനെയാണ് ഈ മാർഗത്തെ കുറിച്ച് ആദ്യം അറിഞ്ഞത്? എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത്? പെട്ടെന്ന് പറഞ്ഞേ, ഒരു 2-3. ഞാന് ബൈബിള് പഠിക്കുമായിരുന്നു, വെളിപ്പാട് പുസ്തകം കേട്ട് പഠിക്കുമായിരുന്നു. പുസ്തകം വായിച്ചു കേട്ട് പഠിക്കുകയാണ്. ഓക്കെ, ബിൽ സിസ്റ്റർ, എങ്ങനെയാണ്? പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചവരല്ല, പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവര്. അതെ, പറയൂ ശശി ബ്രദർ, എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ വന്നതിന്റെ മുഖാന്തരം പറഞ്ഞ്? ഞങ്ങളുടെ ബഹറിൽ താമസിക്കുന്നതിന്റെ അടുത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബം ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഈ സുമയുടെ ചില അസുഖമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ സുമ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്, അവിടെ പോവാം, പ്രാർത്ഥിച്ച അസുഖം മാറും. അങ്ങനെ. ഓക്കെ, അപ്പൊ ജീവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേട്ടിട്ടാണ് പോയത് അല്ലെ? അനുഭവിച്ചവരിൽ നിന്നാണ് എന്ത് ചെയ്തത്? അറിഞ്ഞത്. സ്ലീബ ബ്രദർ? ചെറുപ്പം മുതൽ തന്നെ വീട്ടിലെ ബൈബിളിലൂടെയും ദൈവവചനത്തിലൂടെയാണ്. ഓക്കെ, ജോണി പാസ്റ്റർ എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത്? വിശ്വാസത്തിലേക്ക് കടന്നു മറ്റൊരു വ്യക്തിയിൽ കൂടി. ദൈവത്തെ അറിഞ്ഞ ഒരാളാണ് സഹായിച്ചത്. ഞാൻ വന്നത് ദൈവത്തെ അറിഞ്ഞ ഒരാളാണ് എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. ഞാൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതാണ്. എൻ്റെ ആദ്യത്തെ പഠനം കത്തോലിക്ക സെമിനാരിയിലായിരുന്നു. നമുക്കറിയത്തില്ലായിരുന്നു. കാത്തലിക് മിഷണറി ആകാൻ വേണ്ടി സെമിനാരിയിലായിരുന്നു പോയിരുന്നത്. അവിടെ വെച്ച് ഞാൻ തിരിച്ചു വന്നു. മീൻസ് അവിടെ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു, അങ്ങനെ നിന്റെ സ്ഥലം ഇതല്ല, അതൊന്നും പറഞ്ഞാലൊന്നും ആരും അറിയത്തില്ല, എനിക്കും അതൊന്നും അറിയത്തില്ല, ഞാനിങ്ങ് പോന്നു, ദാറ്റ്സ് ഓൾ. പക്ഷെ ഞാൻ ഈ മാർഗത്തെ അറിഞ്ഞത്, ഈ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞ ഒരാള്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളേജിലെ പ്രിൻസിപ്പൽ എന്നെ നിരന്തരം ഇങ്ങനെ പറയുക. ആ മനുഷ്യനാണ്. ഡാർലി എങ്ങനെയാണ് അറിഞ്ഞത്? അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ തെളിവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവരെ അറിഞ്ഞവരിൽ നിന്ന് ദൈവത്തെ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഇവിടെയുണ്ട്. സോ ഇത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മീഡിയ ആണ്, അല്ലെങ്കിൽ ഒരു മാർഗമാണ്. ഏറ്റവും അധികം പേര് വിശ്വാസത്തിൽ വന്നിരിക്കുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 5ാമത്തെ സാധ്യതയിൽ നിന്നാണ്. മറ്റ് 4 സാധ്യതകളെക്കാൾ കൂടുതൽ 5ാമത്തെ സാധ്യതയാണ് ഏറ്റവും അധികം പേര് വിശ്വാസത്തിൽ നയിക്കുക. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കുക. 1-ാം അധ്യായത്തിന്റെ 35 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങളും കൂടെ ഇതിനോട് ചേർന്ന് പഠിക്കുകയും ഒരാൾ വായിക്കുകയും ചെയ്യും. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 35 to 45. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. കണ്ടോ, ഇവര് 2 പേര്, ഒരു മിനിറ്റ് പ്രിൻസസ് നിർത്തല്ലേ, ഒരു സെക്കൻഡ്. ഇവര് 2 പേര് യേശുവിനെ അനുഗമിച്ചതിൽ ഒരാൾ അന്ത്രയോസാന്ന് പിന്നീട് താഴെ എഴുതിയിട്ടുണ്ട്. ഇവരെ അനുഗമിക്കാൻ കാരണം എന്താണ്? യോഹന്നാന്റെ ഒറ്റ വാക്കാണ്.
യേശു കടന്നു പോകുന്ന കണ്ടപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. കണ്ടോ, 2 വാക്ക് പറഞ്ഞതാണ് 2 ശിഷ്യന്മാരെ കിട്ടാൻ കാരണം. നിങ്ങൾ എപ്പോഴും കർത്താവിന്റെ അനുഗ്രഹീത ദൈവദാസന്മാരെ മറ്റുള്ളവർക്ക് നല്ല നിലയെ പരിചയപ്പെടുത്തണം. നല്ല നിലയെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ, പ്ലീസ്. കാരണം ഇന്ന് ഒരു നല്ലൊരു ദൈവദാസനെ കുറിച്ച് നല്ല വാക്ക് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നല്ലവരില്ലാഞ്ഞിട്ടല്ല, നല്ലത് പറയാൻ ആളില്ലാഞ്ഞിട്ടാണ്. സോ ഒരു നല്ലൊരു ലീഡർ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ദൈവദാസന്മാരെ കുറിച്ചും നല്ലവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ മടി കാണിക്കരുത്. എന്തെങ്കിലും ഒരു തെറ്റായ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ എന്ത് സന്തോഷത്തില, എന്ത് സ്പീഡിലാണ് പാസ് ചെയ്യുന്നത്, എന്ത് ഫോർവേഡ് ചെയ്യുന്നത്. ആഘോഷിക്കുകയാണ്, അതങ്ങോട്ട് ആഘോഷിക്കുക. അതല്ല ആഘോഷിക്കേണ്ടത്. ദാവീദ് പറഞ്ഞത്, ശൗല് മരിച്ചത് ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, ഫെലിസ്ത്യ കന്യകമാർ അതിനെ ചൊല്ലി സന്തോഷിക്കരുത്, ഇസ്രായേലിന്റെ ദീപമായവൻ പട്ടുപോയി, അത് വിരോധികളോ ജാതികളോ സന്തോഷിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്, ദുർവർത്തമാനം പരത്തരുത്. ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് രസം, അതാണ് ഭയങ്കരം. സോ ഒരിക്കലും അങ്ങനെയായിരുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഒറ്റ 2 വാക്കാ പറഞ്ഞത്. 2 ശിഷ്യന്മാർ അന്നേരെ കർത്താവിന്റെ അടുക്കലേക്ക് പോയി. ഇനി വായിച്ചോ, സ്റ്റാർട്ടുള്ള വായിച്ചോ. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്നു കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. അടുത്തത് അവൻ തന്റെ സഹോദരനായ ഷീമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മഷിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സ്നാപയോഹന്നാന്റെ ഒറ്റ വാക്ക്, അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനെ അനുഗമിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ അന്ത്രയോസ് പത്രോസിനോട് പറഞ്ഞ കാര്യം, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഈ പത്രോസിനെ വിളിച്ചു കൊണ്ടുവന്നു സഹോദരനായ അന്ത്രയോസ്. അത്ര മാത്രമേ അന്ത്രയോസ് ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ വാക്കും ആ ഒരു ആക്ഷനും, നിഴലടിച്ചാൽ രോഗികൾ സൗഖ്യമാകുന്ന, വെറും നിഴലടിച്ചാൽ മതി 100 കണക്കിന് രോഗികൾ സൗഖ്യമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി പത്രോസ് മാറിയതിന്റെ തുടക്കം സഹോദരന്റെ ഒറ്റ എൻകറേജിങ് വേർഡാണ്. താൻ അറിഞ്ഞ ദൈവത്തെ പറയാൻ മടി കാണിച്ചില്ല. ഒറ്റ പ്രസംഗത്തിന് 3000 പേരെ രക്ഷയിലേക്ക് നയിച്ച, മരിച്ച തബീത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ ഉണ്ടാകാൻ കാരണം ഇതിനു മുമ്പ് കണ്ടെത്തിയ അന്ത്രോസിന്റെ ഒറ്റ വാക്കാണ്. സുവിശേഷം പറയാൻ ഒരിക്കലും മടിക്കരുത് മക്കളെ. നമുക്ക് തരുന്ന അല്പം ആയുസ ഇനിയുള്ളത്, ദിവസങ്ങളോ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിഞ്ഞ സത്യം നമ്മൾ പറയണം. എന്റെ വീട്ടിൽ ആരും ഇതുവരെയും രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറയുന്ന കരയുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 20-30 വർഷമായിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഞാൻ ഇതെല്ലാം കൂടെ കോണ്ടാക്ട് എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് അവർ പറയുന്നത്. എന്റെ ഫാമിലിയില് ഞങ്ങൾ 11 മക്കളാണ്. ഭയങ്കര ഓർത്തഡോക്സ് കാത്തലിക് ഫാമിലിയാണ്. എന്റെ പെങ്ങള് കന്യാസ്ത്രീയാണ്, ഇത് ഒരു ബെൽറ്റാണ്. ഇവരുടെ ഇടയിൽ ഞാൻ ഒരാള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് കാര്യം എന്താണുള്ളത്? ഞാന് എറണാകുളത്തു നിന്നും 10 പേരെ പാസ്റ്റർ അടക്കം എന്റെ വീട്ടിൽ കൊണ്ട് 3 ദിവസം ഞങ്ങളുടെ ദേശത്ത് താമസിച്ച് അതിലെല്ലാം പ്രാർത്ഥന നടത്തി. അതിന് കുറച്ച് വില കൊടുത്തു. ഇന്ന് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അന്ന് അത് വലിയൊരു എനിക്ക് വേദനയോടെയാണ് ഞാനത് ചെയ്തത്. കാരണം വെച്ചാൽ അന്നത്തെ സാഹചര്യം അതാണ്. എനിക്ക് നിസ്സാര ശമ്പളം ഉള്ളപ്പോഴാണ് ഞാൻ ഇവിടുന്ന് 5000 രൂപ അറേഞ്ച് ചെയ്ത് 10-28 വർഷം മുമ്പ് എറണാകുളത്ത് നിന്ന് ഒരു ടീമിനെ കൊണ്ടുപോകുന്നു. എനിക്ക് അന്നേരം ഒരു മാസം കണ്ട 300 രൂപ 300 സംതിങ് ഒക്കെ ഒരു മന്ത്ലി സാലറി ഉള്ളു ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത്. അത് വെച്ചാണ് ഞാൻ കൊണ്ടുപോയത്.
പക്ഷെ അതിന്റെ ഗുണം എന്നാന്ന് പറയും, എന്റെ ഫാദർ അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കാത്തലിക് ഭയങ്കര സ്ട്രോങ് ആൾക്കാരാണ്. പക്ഷെ ദൈവം എന്നോട് കരുണ ചെയ്തു. വീട്ടിലെ യോഗത്തിൽ എന്റെ അനിയൻ ആദ്യം രക്ഷിക്കപ്പെട്ടു. ഇന്ന് ഏജിയിൽ ഒരു പാസ്റ്ററാണ്. എന്റെ പെങ്ങന്മാർ രക്ഷിക്കപ്പെട്ടു, 2 പെങ്ങന്മാരുടെ മക്കള്, എന്റെ അമ്മ, അനിയന്മാര് 2 പേര്, ഇവരൊക്കെ വിശ്വാസത്തിൽ വന്ന് ഇപ്പൊ ഞങ്ങളാണ് കൂടുതൽ ആൾക്കാർ. പക്ഷേ അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു അതിനു വേണ്ടി? ഒന്നും ചെയ്തിട്ടില്ല പാസ്റ്റർ, ഒന്നും ചെയ്തിട്ടില്ല. ഈ ഞാൻ അറിഞ്ഞ കർത്താവിനെ, ഞാൻ അറിഞ്ഞ സത്യമാർഗത്തെ എന്റെ ആൾക്കാരോട് അറിയിക്കേണ്ടത് എന്റെ കടമയാണ്. അപ്പൊ അവരൊക്കെ നരകത്തിൽ പോകുന്നുള്ള ഭയം എന്നെ വല്ലാതെ പേടിപ്പിച്ചു. ഞാനിത് പറഞ്ഞപ്പോ അവര് വിശ്വസിച്ചു. കാരണം എന്താണ്? ഞാൻ അവരുടെ വീട്ടിലെ സഹോദരനാണ്, എന്റെ അമ്മയ്ക്ക് ഞാൻ മോനാണ്, ഒരിക്കലും ഞാൻ അവരെ ചതിക്കത്തില്ലെന്ന് പോലെ അവർക്കറിയാം. ഞാനത് പറയുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അപ്പൊ അതെല്ലാം അവർ ശ്രദ്ധിക്കുമായിരുന്നു. കാലാകാലങ്ങൾ സമയങ്ങളിൽ രക്ഷയിലേക്ക് വന്നു. അതുകൂടാതെ ഞാൻ ഇവിടുന്ന് പല പ്രാവശ്യം ടീമിനെ കൊണ്ടുപോയി ഞങ്ങളുടെ ദേശത്ത്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന മാനന്തവാടിയിലെ തൊഴിഞ്ഞാൽ പ്രദേശത്തുള്ള ആ ചുറ്റുവട്ടത്തുള്ള ഭവനങ്ങളിൽ 600 വീടുകൾ കയറി സുവിശേഷം പറയാൻ ഒരൊറ്റ ആഴ്ചത്തെ വർക്ക് പ്ലാൻ ചെയ്തു. 40 പേരടങ്ങുന്ന ടീം റൂട്ട് മാപ്പ് തയ്യാറാക്കി. എന്റെ അയൽവക്കക്കാരുടെ സുവിശേഷം പറയേണ്ടത് എന്റെ കടമയാണ്. അത് ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അധികം ടീം വർക്കുകൾ നടത്തി. എന്റെ അയൽവക്കത്തെല്ലാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കൊരു കടമയുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്വം, അതൊരു വേദന. ഇത് ആരും പറഞ്ഞിട്ടൊന്നും അല്ല ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്. ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ ഉള്ളിലെ ഭാരം കൊണ്ട് ചെയ്തതാണ്. ഇന്നും എനിക്ക് സുവിശേഷം പറയാൻ ഭയങ്കര ആഗ്രഹവും ത്രില്ലുമാണ്. ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൊറോണ കാലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടു. ഓക്കെ, നമ്മുടെ വിഷയം നമ്മൾ പഠിക്കുകയാണ്, അറിഞ്ഞവരിൽ നിന്ന് അറിയുകയാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചേ, എന്ത് എളുപ്പമുള്ള ഒരു മാർഗമായിരുന്നറിയോ? ഞാൻ ആരാണ് എന്ന് യേശു ചോദിച്ചപ്പോ ആ 12 പേരിൽ കൃത്യം ആൻസർ പറഞ്ഞത് ആരായിരുന്നു? ഈ ശീമോൻ പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പരീശന്മാർക്കോ ശാസ്ത്രിമാർക്കോ നിയമജ്ഞർക്കോ മഹാപുരോഹിതന് പോലും അറിയത്തില്ലാത്ത പീലാത്തോസ് ചോദിക്കുക, നീ ആരാണ്? ഹെറോദാവ് ഇതിനെ അറിയത്തില്ല, രാജാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അറിയത്തില്ല. പക്ഷെ മുക്കുവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, മശിഹയാണ്. എവിടുന്ന് അറിവ് കിട്ടിയത്? അറിഞ്ഞ സഹോദരന്റെ ഒറ്റ വാക്കാണ്. നിങ്ങളുടെയൊക്കെ സഹോദരന്മാര് രക്ഷയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം. എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പ്രാർത്ഥിച്ചോണം. അല്ലാണ്ട് പ്രാർത്ഥന പാസ്റ്റർമാർക്ക് കോണ്ടാക്ട് കൊടുത്ത് വെച്ച് കിടന്നുറങ്ങരുത്. ചിലർ അങ്ങനെയാ, പാസ് ഒന്ന് പ്രാർത്ഥിച്ചോണേ. തൃശ്ശൂരാരാണെ പറയും, പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ കേട്ടോ, വീട്ടിലാരും രക്ഷിക്കപ്പെട്ടില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ. എനിക്ക് അവരുടെ ഒരു ലാംഗ്വേജ് ആണ്. ഇതിലൊന്നും കാര്യമില്ല, ഇതിലൊന്നും അർത്ഥമില്ല. അവരുടെ രക്തം നിങ്ങളോട് ചോദിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനിയും നെക്സ്റ്റ് സിസ്റ്റർ വായിച്ചതിന്റെ താഴോട്ട് അവ പത്രോസ് കൂടാതെ അടുത്തത് നമുക്കറിയാം വിശ്വാസം വരുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വായിച്ചു. ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കണ്ണു എന്ന് പറഞ്ഞു. വായിച്ചു നിർത്തിയതിന്റെ താഴെ. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന് പറഞ്ഞു. അവർ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങളും അറിഞ്ഞിരിക്കുന്നു. അവൻ ജോസഫിന്റെ മകനായ യേശു ആണെന്ന് പറഞ്ഞു. ഈ നഥനയേൽ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞെങ്കിലും നഥനയേൽ പിന്നെ വിശ്വാസത്തിൽ വന്നു. യേശു നഥനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിച്ചു. നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം അന്ന് ആ നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു
പട്ടണമായിരുന്നു. എന്നുവെച്ചാൽ ബുദ്ധിയും വിവരവും ജ്ഞാനമുള്ളവരാരും ഇല്ലാത്തൊരു പട്ടണം എന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന ഒരു ദേശമായിരുന്നു. അപ്പൊ അവിടുന്നാണോ ഇത്രയും വലിയ ഈ ലോകം പ്രതീക്ഷിക്കുന്ന എല്ലാവരും യഹൂദമ കാത്തിരിക്കുന്ന ഈ മശിഹ എന്ന് പറഞ്ഞപ്പം ഈ ഈ നദനിയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, അവനിൽ കപടമില്ല. കപടം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ചത് പറയത്തില്ലായിരുന്നു, വേറെ ആരോടെങ്കിലും ചെന്ന് പറയത്തുണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ കപടം ഇല്ലാത്തവരുടെ ഒരു ലക്ഷണം. ഓക്കെ, അപ്പൊ നദനിയിൽ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയാം? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ടു. അവിടെ നദനിയലിന്റെ കാര്യം മനസ്സിലായി, മശിഹ തന്നെയാണ്. അപ്പൊ നദനിയലിനെ കൊണ്ടുവന്ന ആരാണ്? അറിഞ്ഞ ഫിലിപ്പോസാണ്. പത്രോസിനെ കൊണ്ടുവന്ന സഹോദരൻ അന്ത്രയോസാണ്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ കണക്ക് കൊടുക്കുന്ന മക്കളെ? യേശുക്രിസ്തുവിനെ കണ്ടിട്ട് അന്ത്രയാസ് വീട്ടിലോട്ട് പോയപ്പം സഹോദരനെ ആദ്യം കണ്ടതുകൊണ്ട് പറഞ്ഞതല്ല, ആദ്യം പോയി സഹോദരനെ കണ്ട് പറഞ്ഞു, ഇതാണ് സത്യമാർഗം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അനിയനോട് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഇതൊന്നുമല്ല, പള്ളിയിലുള്ള ഇതൊന്നുമല്ല, ഇതാണ് ഒരു സത്യമാർഗം, നീ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറയാൻ കാരണമുണ്ട്, എന്റെ അനിയനും കത്തോലിക്ക സെമിനാരി പോകാൻ ഞാൻ ബിഷപ്പ്. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി നിങ്ങൾക്ക് റോമാലേഖനം എടുക്കുക എല്ലാവരും, 10-ാം അധ്യായം, അതിൽ നിന്ന് വായിക്കുക. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 13, 14, 15. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ എന്ന് പ്രവചനമുണ്ടല്ലോ, വചനമുണ്ടല്ലോ. പിന്നെ വാട്സ് പ്രോബ്ലം? എന്താണ് പ്രശ്നം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. വായിച്ചോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ അവര് വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നേ? അതാണ് പ്രശ്നം. അപ്പൊ അവര് വിശ്വസിക്കാത്തതുകൊണ്ടാണ്. വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലം ഒരിക്കലും അവര് വിളിച്ചപേക്ഷിക്കില്ല. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കിടക്കുന്നു. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് യേശുവിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? അടുത്ത വാക്യം. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അടുത്ത പ്രശ്നം ഇതാണ്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ ആര് സുവിശേഷം കേൾക്കും? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ ലോകം യേശുവിനെ കുറിച്ച് കേൾക്കും? എങ്ങനെ പ്രസംഗിക്കും? ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് എത്ര മനോഹരം എന്ന് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ കാലം എത്ര മനോഹരം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പറയേയില്ല. 10 കോടി രൂപ ശമ്പളം മേടിക്കുന്നവന്റെ കാര്യം വേദപുസ്തകത്തിൽ പറയത്തില്ല. പക്ഷെ നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ അത്തരം വ്യക്തികളാണ് ലോകത്തിന് വേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം. സോ നന്മ സുവിശേഷിക്കണം. അത് പറയാത്തത് എങ്ങനെ? അവർ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ കേൾക്കും. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, ആരെ നാം അയക്കേണ്ടു? ആർ നമുക്കായി പോകും? എന്താണ് യെശയ്യാവിന്റെ ഉത്തരം? അടിയനെ അയക്കണമേ എന്നാണ്. ഇതേ നിങ്ങൾ പറയാവുള്ളൂ. അടിയനെ അയക്കണം. കർത്താവ് എന്നെ അയക്കണമേ, ഞാൻ തയ്യാറാണ് പോകാൻ. ഇന്നിങ്ങനെ പോകാൻ ആര് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കും. അവര് പോകും, കുഴപ്പമില്ല. സുനിൽ ബ്രദർ പോകും, പറ്റുമായിരിക്കും. ടിറ്റി ബ്രദറും കുഴപ്പമില്ല. ടിറ്റി ബ്രദറിനോട് പറയാം, അദ്ദേഹം പോകാൻ സാധ്യതയുണ്ട്. ജോണിപ്പാസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒന്നും പേടിക്കണ്ട, പാസ് തന്നെ പോക്കോളും. അങ്ങനെയാ ദൈവം ചോദിച്ചാ പറയേണ്ടത്. ആരെയാണ് ഞാൻ അയക്കേണ്ടത്? അടിയൻ, ഹിയർ ഐ ആം ലോർഡ്, ഞാനിതാ, എന്നെയാണ് അയക്കേണ്ടത്. കേട്ടിട്ടില്ല? സുവിശേഷം അറിയിക്കുന്നവരിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്നുള്ള വാക്കും കൂടി. അതെ, കുനിഞ്ഞു നോക്കുന്നു. താങ്ക് യു. സുവിശേഷം അറിയിക്കുന്നവരെയാണ് കുനിഞ്ഞു നോക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നവരിലേക്ക്. സുവിശേഷം പറയുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ എന്തെങ്കിലും വിലയുള്ളൂ കേട്ടോ. നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചോ. സുവിശേഷം അറിയിക്കുന്നവരിലേക്ക് സ്വർഗം കുനിഞ്ഞു നോക്കുകയാണ്.
സുവിശേഷം പറയുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10:44 പത്രോസ് ഈ വാക്കുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്താ കാരണം? പരിശുദ്ധാത്മാവ് ഉറ്റു നോക്കുകയാണ് സുവിശേഷം പറയുന്നവരെ. ആ സാഹചര്യത്തെ സുവിശേഷം പറയുമ്പോൾ സ്വർഗത്തിന്റെ അംബാസിഡറായി പ്രതിപുരുഷനായിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുള്ള ഓർമ്മ വേണം. ഏത് രാജ്യത്തിനും അവരുടെ അംബാസിഡേഴ്സ് ഉണ്ട്, പ്രതിപുരുഷന്മാരുണ്ട്, പ്രതിനിധികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. അവരാണ് ഈ രാജ്യങ്ങളുടെ നമ്മളെ നയതന്ത്രത്തെ സൂക്ഷിക്കുന്നത്. സ്വർഗത്തിലെ കാര്യങ്ങൾ ഭൂമിയോട് പറയുവാൻ നമ്മൾ പോകുമ്പോൾ സ്വർഗം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. അതല്ലേ പറഞ്ഞ പൗലോസിനോട് ആരും നിനക്കൊരു ദോഷം ചെയ്യത്തില്ല, രാത്രിയിൽ ദൈവം പറഞ്ഞു. അപ്പൊ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. ദൈവത്തിന് ഈ ലോകത്ത് പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നത് സുവിശേഷം പറയുന്നത്. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാമിനോട് അമേരിക്കൻ പ്രസിഡന്റായി അവരുടെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ ടിക്കറ്റ് എടുത്ത് ചോദിച്ചപ്പോൾ ബില്ലി ഗ്രഹാം പറഞ്ഞ ഉത്തരം നമുക്കെല്ലാം അറിയാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിനേക്കാൾ ജോലിയേക്കാൾ താണെ ഒരു ജോലി ചെയ്യാൻ എന്നോട് പറയരുത്, എന്നെ നിർബന്ധിക്കരുതെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ആകാമെന്ന് ചോദിച്ചപ്പോൾ അത് മഹത്വം മനസ്സിലാക്കിയവരാണത്. അതുകൊണ്ട് ഇനി തുടങ്ങി നമ്മളും അങ്ങനെ പറയണം. അടിയനിതാ കേട്ടോ. ഒരാൾ ചോദിച്ചോ, പുള്ളി പറഞ്ഞത് അടിയനിതാ, പക്ഷെ അളിയനെ അയക്കണമേ എന്നാണ്. ഞാനിവിടെ ഉണ്ട്, പക്ഷെ അളിയനെ അയക്കണം കർത്താവ്, അങ്ങോട്ട് പുള്ളി പൊക്കോളും, ഞാൻ പോകത്തില്ല. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് തന്നെ പറയണം. ആ ഉത്തരവാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ആർ നമുക്ക് വേണ്ടി പോകും? അതുകൊണ്ട് യേശു ക്രിസ്തു അയച്ചിരിക്കുകയാണ്, പോകുവിൻ, ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോകണം. നമുക്കൊരു സംശയമല്ലേ, ഈ ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടിനെ പോലെ അയച്ചത് എന്താന്ന് സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇതെന്തൊരു ഇടപാടാന്ന് അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ സുവിശേഷത്തിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനെയാ. ഒരു ചേട്ട ധരിച്ചാൽ മറ്റേ ചേട് കാണിച്ചു കൊടുക്കാനൊക്കെ കർത്താവ് പറയും. ചെന്നായ്ക്കളുടെ ഇടയില് അവരെ നേടാൻ എങ്ങനെയാ? കുഞ്ഞാടിനെ പോലെ. അപ്പൊ കർത്താവ് നമ്മളെ അയച്ചിട്ടുണ്ട്. ഇനി എന്നെ അയച്ചില്ല എന്ന് ആരും പറഞ്ഞു നിൽക്കരുത്, പോകുക. അപ്പൊ കോഴ്സ് കഴിയുമ്പോൾ ഞാനും നിങ്ങളെ എല്ലാവരെയും തലയെ കൈവച്ച് അനുഗ്രഹിച്ച് അയക്കും, ദൈവദാസന്മാരെല്ലാം ചേർന്ന്. ഒന്ന് അയച്ചിട്ടുണ്ട്, അയച്ചിട്ടും പോകാതെ വീണ്ടും ഉള്ളവരുണ്ട്. നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. ആഴ്ചക്കാലം മുഴുവൻ കേട്ടോ, ട്രെയിനിങ് കൂടി തന്നെ തീർക്കരുത്. അങ്ങനെയാണ് ചിലര് സുവിശേഷം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്നാളൊരാട് ചോദിച്ചപ്പം പുള്ളി ഇപ്പൊ PhD എടുക്കാൻ പോയേക്കുക, 67 വയസ്സുണ്ട്. അതെടുത്ത് വരുമ്പോഴത്തേക്കും 10 കൊല്ലം കൂടെ ആവും. അപ്പോഴത്തേക്ക് ഏകദേശം സമയമായി. പിന്നെ വീട്ടിലിരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടിയൊക്കെ റെഡി ആക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പൊ ചിലരുടെ ആയുസ് മുഴുവൻ സുവിശേഷം പഠിച്ചു തീർക്കുകയാണ്. മറ്റു ചിലരുടെ ആയുസ് മുഴുവൻ സുവിശേഷം പഠിപ്പിച്ചു തീർക്കുകയാണ്. പറയാൻ ആളില്ല. കർത്താവ് ഇത് രണ്ടും കൂടെ ചെയ്തത്. കോഴ്സ് കൂടണം, 3 years, ഒരു 3.5 വർഷത്തെ കോഴ്സ് നിർബന്ധമാണ്. ലീഡർഷിപ്പ് ട്രെയിനിങ് നമുക്ക് വേണം. ഏത് കോഴ്സ് കൂടിയാലും 3 വർഷത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ് എടുക്കുക. നിങ്ങൾ ഒരുപാട് ചേഞ്ച് ചെയ്യും. ഞങ്ങള് 3rd year ആയി. അതെ അതെ. എനിക്ക് ഏകദേശം പോകാനുള്ള വെമ്പൽ കൊണ്ടാണോ? ഓക്കെ. അപ്പൊ 6 മാസം കൂടെ കഴിഞ്ഞാൽ അയക്കാം കേട്ടോ. 6 മാസം, 3.5 വർഷമാണ് കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടിടുന്നതുപോലെ. അപ്പൊ 6 മാസം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഈ തിയോളജി കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോണം. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് അയക്കും. പോയി ആത്മാക്കളെ നേടിക്കണം. വെറുതെ ആയുസ് കളയരുത്. ഇരുന്ന് കരയേണ്ടി വരുമുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി വരുന്നു എന്ന് കർത്താവ് അന്ന് പറഞ്ഞപ്പോ നമ്മളൊന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്നിപ്പോ എവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തോണം. ഇനി നിങ്ങൾ 6 മാസം വരെ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അവരെ കൊണ്ട് വേല ചെയ്യിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ സുവിശേഷം പറയുന്നയാളാണ്, വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം അത് ചെയ്തോണം. ശിഷ്യന്മാരെ യേശുവിന്റെ പരിശീലനത്തിലായിരുന്നപ്പോൾ തന്നെ അവർ ഈരണ്ടായി 70 പേരെ അയച്ചു, പല പ്രാവശ്യം അയച്ചു. പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളത് ഞാൻ എളുപ്പം പറയട്ടെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം. ഇപ്പൊ പോയി സുവിശേഷം പറയുക. അപ്പൊ യുക്തിവാദികൾ ചിലരൊക്കെ ചോദിക്കും, ദൈവത്തെ കാണാൻ അറിയാനും പറ്റാത്തൊരു ദൈവത്തെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഉടനെ 5 പോയിന്റ് ഉണ്ട്, അതിൽ 4 പോയിന്റ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സാക്ഷ്യം വിശ്വസിച്ചില്ലെങ്കിൽ യുക്തിപരമായ ചിന്തയിലേക്ക് പോകണം, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ദൈവത്തെങ്കിലേക്ക് പോകണം.
അല്ലെങ്കിൽ നൈസർഗികമായ ചില നന്മകളിലൂടെ ദൈവത്തെ തെളിയിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അതുകൊണ്ട് ഇത് ആരും പറയാനില്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം. ഇതാണ്. അതുകൊണ്ട് സുവിശേഷം പറയുന്നതിനേക്കാൾ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സന്ദർഭത്തിലും കിട്ടത്തില്ല. നമ്മളൊന്നൊന്ന് ശരിക്കും നോക്കി. ഇനി അതിന് ഒത്തിരി മെത്തേഡുകളുണ്ട്. ഒരുപക്ഷെ ഇപ്പം എങ്ങനെ പോകും എന്നൊക്കെ ചോദിക്കുക. ഇപ്പോഴും നമുക്ക് പോകാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. നമുക്കറിയാമോ എത്ര ചർച്ചകൾ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കറിയാം. ഞാൻ ഇന്ന് പകലൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാ വന്നത്. ന്യൂ കമേഴ്സ്. ഇന്ന് ഞാൻ പലരോട് സുവിശേഷം പറഞ്ഞു. യേശുവിന്റെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു ചിലര്. അതിന് ശുശ്രൂഷ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജനമാകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അവർക്ക് അറിയത്തില്ല ഇതിങ്ങനെ എന്ത് അവസാനിക്കും, എവിടെ അവസാനിക്കുമെന്ന്. ഇന്നും ആരും കൊറോണ വൈറസ് കണ്ടുപിടിച്ചിട്ടില്ല. എന്ന് കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. ഇതിനെന്ന് മരുന്നുണ്ടാകുമെന്ന് അറിയത്തില്ല. ഇത് എത്ര വർഷം എടുക്കും ലോകത്തിൽ നിന്ന് പോകാൻ അറിയത്തില്ല. ഇതിനപ്പുറത്തിന് എന്തിരിക്കുന്നു എന്നറിയത്തില്ല. ഇനി പല ജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കുക. അവർക്ക് പലർക്കും അവരുടെ ദൈവങ്ങളുടെ അടുക്കിലോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട് അനുഭവിക്കുന്നത്. പിന്നെ മനുഷ്യ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. പലർക്കും ഒരു ആശ്വാസമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യ ദൈവങ്ങൾ കൊറോണ എന്ന് കേട്ടപ്പോൾ തന്നെ ആശ്രമം പൂട്ടി ഷട്ടറിട്ട് അവരകത്ത് കയറി. കാരണം ഈ കൊറോണ വന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി മനുഷ്യൻ എവിടെ പോകും? 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഏറ്റവും നല്ല സമയമല്ലേ ഇത്? അത് നമ്മൾ മനസ്സിലാക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന് വരുന്നതിനും ആര് കർത്താവിന്റെ അടുക്ക് വരുന്നതിനും കർത്താവിന് പ്രശ്നമില്ല. എവിടെ കർത്താവിന് വരുന്നതിനും ബുദ്ധിമുട്ടില്ല. 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ വരും. രാജാവുള്ളിടത്ത് രാജകോലാഹലം. ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതിനകത്ത് കൊറോണയും ദഹിച്ചു പോയിരിക്കും. കർത്താവ് വരുമ്പോഴേ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പൊ അതുകൊണ്ട് എത്ര പേര് ആത്മഹത്യ നടക്കുന്നു, നിങ്ങളത് അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ മാനസിക ബുദ്ധിമുട്ടോടെ, പ്രയാസത്തോടെ, നിരാശയോടെ ഇരിക്കുന്ന പാരന്റ്സും 60 വയസ്സ് 65 വയസ്സിൽ മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സൂം മീറ്റിംഗ് തുടങ്ങും പാസ്റ്ററെ കോഴിക്കോട്. അവർ ഈ എല്ലാം നമ്മളീ അറിഞ്ഞവരെ മാത്രമല്ലെന്നേ അല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിക്കൂ. എന്തെല്ലാം വഴികളുണ്ട്. ഒരു കണക്കിന് ഇപ്പൊ നമുക്ക് ആരോടും പറയാവുന്ന ഒരു നല്ല സമയമായിട്ട് അതിനെ ആ നിലയിൽ ചിന്തിക്കുക. അപ്പൊ ദൈവത്തെ ഞാൻ ഇത്രയൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവത്തെ അറിഞ്ഞവരിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞ് ഈ മാർഗത്തിൽ വന്നവരാണ് എന്നുള്ളതിൽ ഏകദേശം 70% ആൾക്കാർ അങ്ങനെയാണ്. ചുരുക്കം പേരാണ് സ്വയം അന്വേഷണത്തിലൂടെയും വചനം വായിച്ചും പിന്നെ ഈ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്ത് പിന്നീട് രക്ഷിക്കപ്പെട്ട് വന്നവരൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുത്താൽ ഇതാണ്. ഈ അടുത്തല്ലേ ഇപ്പോഴല്ലേ കുടുംബത്തിൽ പിറന്നല്ലേ പെന്തക്കോസ് അനുഭവത്തിൽ തലമുറകളായിട്ടുള്ളത്. ഇതിനു മുമ്പ് എങ്ങനെയാണ്? കേരളത്തിലെ ആദിമസഭ എങ്ങനെയാണ്? AD 50 ഇവിടെ ഈ ബോൺ അഗെയിൻ ആൾക്കാരുണ്ടായിരുന്നു, വീണ്ടും ജനനം പ്രാപിച്ചവരുണ്ടായിരുന്നു. സെന്റ് തോമസിന്റെ കാലഘട്ടത്തിൽ AD 50 വരെ ഉള്ളതിന്റെ തെളിവുകളുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ്? എല്ലാം അറിഞ്ഞവരിൽ നിന്നാണ്. പോകുക, യേശുവിനെ സാക്ഷീകരിക്കുക, ഏറ്റവും കുറഞ്ഞ് നിങ്ങളുടെ സഹോദരനോടെങ്കിലും പോയി ഉറച്ചൊന്ന് പറയുന്നേ. അതിന്റെ പേരിൽ ഇനി ഇവിടെ കയറണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറണ്ട. പിന്നെ നിങ്ങൾ ചെന്നാലും കയറ്റുകയൊക്കെ ചെയ്യും. സഹോദരനല്ലേ, സഹോദരിയല്ലേ, അങ്ങ് പൊക്കോണം. എന്നോട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുള്ളിടത്തൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അവരങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ചുമ്മാ പറയുന്നേ ഉള്ളൂ. നിങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ അവരെല്ലാം മറന്നുപോകും. അത് നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം, നമ്മൾ പോകും. സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ ഒരു ബന്ധം നഷ്ടപ്പെട്ടാൽ എന്തിനാ നിങ്ങൾക്ക് ആ ബന്ധം? കർത്താവ് പറഞ്ഞത് എന്താണ്? ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും? എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ. അപ്പൊ അങ്ങനെയും കൂടി ഒരു വശമുണ്ട്. പോകുക. നിങ്ങൾക്ക് ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ കർത്താവ് നമ്മളെ അയച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയാവോ? ചെന്നായ്ക്കളുടെ അടുക്ക പുലിയെ പോലെ അയക്കുമായിരുന്നെങ്കിൽ ചെന്ന് കടിച്ചു കയറി നമുക്ക് ശരിയാക്കാമായിരുന്നു. ശരിയാക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമുക്കൊരു സിംഹത്തിന്റെയോ പുലിയുടെയോ വേഷം തന്നെങ്കിൽ
നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിൽ കയറാൻ പറ്റുമോ സുവിശേഷം പറയാനായിട്ട്? ദേ പുലി വരുന്നേ, സിംഹം വരുന്നതെന്ന് പറഞ്ഞാൽ അവർ അന്നേരെ പ്രശ്നമാണ്. ഈ കുഞ്ഞാടിനുള്ള ഗുണം എന്നാന്നറിയോ? കുഞ്ഞാടിന് എവിടെ വേണേലും കയറി ചെല്ലാം. അതാണ് ആടുകളെ പോലെ അയച്ചേക്കുന്നത്. പണ്ട് പഠിച്ചിട്ടില്ലേ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞു കണക്ക് മിനുത്താട്, ഒരു നാൾ പള്ളിക്കൂടത്തിൽ മേരിയോടൊപ്പം കുഞ്ഞാടും അടിവെച്ചകമേറി. മേരിയോട് കൂടെ കുഞ്ഞാട് സ്കൂളിൽ പോയത് കുഞ്ഞാടായതുകൊണ്ട് ഒരു പുലി ആയിരുന്നെങ്കിൽ മേരിയുടെ കൂടെ സ്കൂളിൽ പോയാൽ പിള്ളേരാരും സ്കൂളിൽ കിട്ടും. അപ്പൊ പുലിക്കും സിംഹത്തിനും കടുവയ്ക്കൊന്നും എവിടെയും പ്രവേശനം കിട്ടത്തില്ല. എല്ലായിടത്തും പ്രവേശനം തരാൻ വേണ്ടിയാണ് ഈ കുഞ്ഞാടിനെ പോലെ അയച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകം സിംഹത്തിന്റെയാ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കയ്യിലുള്ള യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവന്റെ അഭിഷേകത്തോടു കൂടി കുഞ്ഞാടങ്ങ് പോയാൽ മതി. ആ അഭിഷേകം കിടക്കുന്നത് ആടിന്റെ അല്ല, അഭിഷേകം യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ അഭിഷേകമാണ്. പിന്നെ കുഞ്ഞാടിനെ പോലെ പോയാലേ ഓഫീസിലും സ്കൂളിലും വീട്ടിലൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുഞ്ഞാടിനെ പോലെ തോന്നും വേണം കേട്ടോ. നമ്മളെ കുഞ്ഞാട് പോലെ അയച്ചേക്കുന്നത് ആ ഒരു ഭാവമൊക്കെ മതി. അപ്പൊ നമുക്ക് എൻട്രൻസ് ആണ്, പ്രവേശനമാണ്. അപ്പൊ അങ്ങനെ പോകണം, പോയി പറയണം. നിങ്ങൾ അറിഞ്ഞ ഈ ദൈവത്തെ അറിയാത്തവരോട് പറയണം. അനേകർ അതിൽ അറിയും. അങ്ങനെ ദൈവത്തെ അറിഞ്ഞതാണ് വേദപുസ്തകത്തിലെ ചരിത്രം ഏറ്റവും അധികം കിടക്കുന്നത്. യേശു അനുഭവിച്ച പിതാവിനെ കർത്താവ് അറിയിച്ചു, വെളിപ്പെടുത്തി കൊടുത്തു. അന്ത്രയോസ് അറിഞ്ഞ മശിഹായെ പത്രോസിന് സഹോദരൻ കാണിച്ചു കൊടുത്തു. ഫിലിപ്പോസ് കണ്ടെത്തിയ പ്രവാചകന്മാരും ന്യായപ്രമാണം പറയുന്ന മശിഹായെ നഥനിയേലിന് കാണിച്ചു കൊടുത്തു. നഥനിയേൽ ഇവരൊക്കെ വിശ്വാസത്തിൽ വരുവാൻ ഇടവന്നു. സോ 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ വളരെ നന്നായിട്ട് ഈ വിഷയം പഠിക്കുക, ഗ്രഹിക്കുക. അടുത്ത ക്ലാസ്സിൽ പ്രോപ്പർ തിയോളജിയിലെ ദൈവത്തിന്റെ പേഴ്സണാലിറ്റി, ആളത്വം എന്ന വിഷയം നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയം നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് നോട്ടൊക്കെ എഴുതി തയ്യാറാക്കണം. കർത്താവ് സഹായിക്കട്ടെ. 9:30 1 മിനിറ്റ് കൂടെ ഉണ്ട്. ജോണി പാസ്റ്റർ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രാർത്ഥിക്കും. താങ്ക് യു.